ചില ചിത്രങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. ദേഹം ഒന്ന് തണുക്കും, അത് നമ്മുടെ കണ്ണു നിറക്കും, നെഞ്ചകം അഭിമാനത്തോടെ വീർപ്പുമുട്ടും. ഇന്നലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കണ്ടത് അങ്ങനെ ഒരു ഐക്കോണിക് ചിത്രമാണ്. മുന്നിൽ കളിപ്പാട്ടങ്ങൾ നിരത്തിവെച്ചതുപോലെ ട്രോഫികളുമായി ഒരു 15-കാരൻ ഇരിക്കുന്നു. ഓറഞ്ച് ക്യാപ്പ്, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, എമേജിംഗ് പ്ലെയർ, കൂടുതൽ സിക്സറുകൾ. ക്രിക്കറ്റിലെ അധികാരിയുടെ പേരിൽ കുറിക്കപ്പെട്ടിരുന്ന ട്രോഫികളെല്ലാം അവൻ്റെ കളിപ്പാട്ടങ്ങളായി മാറിയിരിക്കുന്നു. IPLന്റെ വലിയ വേദിയിൽ വൈഭവ് സൂര്യവംശി പുരസ്കാരങ്ങൾ ഓരോന്നായി ഏറ്റുവാങ്ങുമ്പോൾ സ്റ്റേഡിയത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഓരോ തവണയും അവൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരവങ്ങൾ ഉച്ചത്തിലായി. RCBയുടെ കിരീടാഘോഷത്തിനിടയിലും ഉറക്കെ കേട്ടത് വൈഭവിൻ്റെ ചാൻഡുകൾ. അവാർഡ് ചടങ്ങിൽ ആ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇനി എന്തു പറഞ്ഞ് വിശേഷിക്കുമെന്ന ധർമ്മസങ്കടത്തിലായിരുന്നു കമൻറ്റേറ്റർ ഹർഷ ബോഗ്ലെ. കാലങ്ങൾക്കിപ്പുറം ഈ രാവ് കോഹ്ലിയുടെയും RCBയുടെയും പേരിലാണ് അടയാളപ്പെടുത്തുകയെങ്കിലും വൈഭവ് എന്ന പേരും ആ റെക്കോർഡുകളും സുവർണ്ണ ലിപികളിൽ തന്നെ തിളങ്ങി നിൽക്കും. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു പുതുയുഗം ഇവിടെ തുടങ്ങുകയാണ്. കുറച്ച് സിനിമാറ്റിക്കായി പറഞ്ഞാൽ, ആരെങ്കിലും തല്ലിയല്ല അവൻ ഹീറോയായത്, അവൻ തല്ലിയവരെല്ലാം ഹീറോകളായിരുന്നു. ജസ്പ്രീത് ബുംറ, പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, കഗിസോ റബാഡ, വർത്തമാന ക്രിക്കറ്റിലെ എല്ലാവരും ആ കുഞ്ഞിലങ്കയിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ RCBയുടെ നക്ഷത്രാവിൽ ചില അനർഘ നിമിഷങ്ങൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതിലൊന്ന് വൈഭവിനെ അഭിനന്ദിക്കുന്ന വിരാടിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. നീല ടീഷർട്ട് ധരിച്ച് പുതിയ ഹെയർ സ്റ്റൈലിൽ ഫൈനൽ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട പയ്യനെ ചേർത്ത് നിർത്തി കോഹ്ലി ചില വാക്കുകൾ പങ്കുവെക്കുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഇന്ത്യൻ ക്രിക്കറ്റിലെ വിശാലമായ ആകാശത്തേക്ക് ചുവടുവെക്കാനൊരുങ്ങുന്ന ബീഹാറുകാരന് ജീവിതത്തിൽ പകർത്താവുന്ന വലിയ അനുഭവ സാക്ഷ്യമായിരിക്കും ആ മനോഹര നിമിഷങ്ങൾ. പോയ ദിവസം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറും വൈഭവിൻ്റെ ബാറ്റിങ്ങിനെ ആവോളം പ്രശംസിച്ച് രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ IPL ചരിത്രത്തിൽ തന്നെ ഒരു സീസണിൽ ഇത്രയും ഡോമിനേറ്റ് ചെയ്ത മറ്റൊരു താരമുണ്ടാവില്ല. 16 ഇന്നിംഗ്സിൽ നിന്നായി 48 ബാറ്റിംഗ് ആവറേജിൽ രാജസ്ഥാനായി വൈഭവ് അടിച്ചെടുത്തത് 776 റൺസാണ്. ഒരു സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പിറന്നു. അതിൽ 3 ഇന്നിംഗ്സുകൾ 90കളിലാണ് അവസാനിച്ചത്. സ്ട്രൈക്ക് റേറ്റോ അമ്പരപ്പിക്കുന്ന 237. പ്ലേ ഓഫിലേക്കുള്ള യാത്രയിൽ രാജസ്ഥാനായി നിർണായക റോൾ വഹിച്ചതും ഈ ടീനേജറായിരുന്നു. ഓറഞ്ച് ക്യാപ്പ് റേസിൽ രണ്ടാമത് നിൽക്കുന്ന ശുഭ്മാൻ ഗില്ലിനേക്കാൾ 44 റൺസ് കൂടുതൽ. വ്യക്തിഗത നേട്ടങ്ങൾക്ക് പുറമെ പതിറ്റാണ്ടിൻ്റെ റെക്കോർഡുകളും ഈ രാജസ്ഥാൻ ഓപ്പണർ മായ്ച്ചു കളഞ്ഞു. ഒരു സിംഗിൾ എഡിഷൻ IPLൽ കൂടുതൽ സിക്സർ പറത്തുന്ന താരമായാണ് വൈഭവ് തൻ്റെ പേര് കുറിച്ചത്. യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിൻ്റെ 59 എന്ന മാജിക് നമ്പറാണ് തൻ്റെ രണ്ടാം IPL സീസണിൽ തന്നെ വൈഭവ് മറികടന്നത്. സീസൺ അവസാനിക്കുമ്പോൾ 72 സിക്സറുകളുമായി ബഹുദൂരം മുന്നിലാണ് വൈഭവ്. IPLൽ അതിവേഗത്തിൽ 1000 റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡിൽ ഋഷഭ് പന്തിനെ മറികടക്കാനും ഈ സീസണിൽ വൈഭവിനായി. ഒരേ സീസണിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, എമേജിംഗ് പ്ലെയർ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന അപൂർവ നേട്ടവും വൈഭവിൻ്റെ പേരിൽ തന്നെ. ഈ പുരസ്കാരങ്ങൾ ഏറെ സന്തോഷം നൽകുന്നതാണ്, അഭിമാന നിമിഷം. അടുത്ത സീസണിലും മികച്ച പെർഫോമൻസ് ആവർത്തിക്കാൻ ശ്രമിക്കും. അവാർഡുകൾ ഏറ്റുവാങ്ങിയ ശേഷം രവിശാസ്ത്രിയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വൈഭവ്. എൻ്റെ സ്വാഭാവിക ബാറ്റിംഗ് ശൈലി മാറ്റില്ലെന്ന് പറയുമ്പോഴും സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ ഈ സീസണിൽ താൻ പഠിച്ചെന്നും വൈഭവ് പറഞ്ഞു. ഇതോടൊപ്പം ഫിറ്റ്നസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമെന്നും ദീർഘകാല കരിയറിൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന ബോധ്യമുണ്ടെന്നും രവിശാസ്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ കൗമാരക്കാരൻ പറഞ്ഞുവെച്ചു. അതിഗംഭീരമായൊരു IPL ക്യാമ്പയിന് ശേഷം സീനിയർ ടീമിലേക്കുള്ള വൈഭവിൻ്റെ എൻട്രിയാണ് ഇനി ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതിനി ഒട്ടും വൈകിക്കൂടാ എന്ന് രാജസ്ഥാൻ പരിശീലകൻ കുമാർ സംഗകാരയും മുൻ ഇന്ത്യൻ താരം സുനിൽ ഗാവസ്കറും അടക്കമുള്ളവരെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ മാസം അവസാനം നടക്കുന്ന അയർലൻഡിനെതിരായ 2 മത്സരങ്ങളടങ്ങിയ T20 സീരീസിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ വൈഭവിൻ്റെ ഇൻട്രൊഡക്ഷന് അധികം കാത്തിരിക്കേണ്ടി വരില്ല. എന്നാൽ പടിപടിയായി താരത്തെ സീനിയർ ടീമിൻ്റെ ഭാഗമാക്കുക എന്ന പദ്ധതിയാണ് സെലക്ഷൻ കമ്മിറ്റിക്കും BCCIയുടെയും മനസ്സിലെങ്കിൽ കാത്തിരിപ്പ് വീണ്ടും നീളും. അയർലൻഡ് ഇംഗ്ലണ്ട് സീരീസിനുള്ള ഇന്ത്യ A ടീമിലേക്ക് മാത്രമാകും താരത്തിന് അവസരമൊരുങ്ങുക. അതേസമയം ഈ വർഷം സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യയുടെ 30 അംഗ സാധ്യതാ പട്ടിക പോയ ദിവസം BCCI പുറത്തുവിട്ടിരുന്നു. വൈഭവ് സൂര്യവംശി ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ T20 നായകൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തുടങ്ങിയ പ്രധാന താരങ്ങളെ മാറ്റി നിർത്തി. ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരിൽ ഒരാളാകും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുകയെന്നും വാർത്തകളുണ്ട്. വൈഭവിനെ സ്വതന്ത്രമാക്കി വിടൂ, അവൻ സവിശേഷമായ പ്രതിഭയാണ്. ഈ സമയം ആവശ്യമായ പിന്തുണ നൽകി ആ ബാറ്റിംഗ് ആസ്വദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അമിത സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. കാലത്തിനൊപ്പം കളിയുടെ മറ്റു വെല്ലുവിളികളെ കൂടി നേരിടാൻ അവൻ പ്രാപ്തനാകും. സീനിയർ ടീമിലേക്ക് അവൻ കൃത്യമായ സമയത്ത് തന്നെ എത്തിച്ചേരും. ഉത്തരവാദിത്തപ്പെട്ടവർ ആ ദൗത്യം നിർവഹിക്കും. സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വാക്കുകളാണ് സത്യം. കൃത്യസമയത്ത് അവൻ അവതരിക്കും. അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം.